നമ്മളിങ്ങനെ കയറി വന്നപ്പോൾ നല്ലൊരു കിടിലം ഫ്രെയിം കിട്ടും. അങ്ങനെ നമ്മൾ സമുദ്രനിരപ്പിൽ 19,952 ഫീറ്റിൽ നമ്മൾ 2013 മോഡൽ MR-Razet-ഉമായിട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ നമുക്ക് എന്താ വേണ്ടത്? ഇനി ഇത് കയറുന്ന നമുക്ക് ഉംലിംഗിൽ കയറാണ്ട്. അത് ഇതിനേക്കാളും 2000-ഓളം ഫീറ്റ് ഉയരം കൂടുതലാണ്. ഇവിടെ കുറച്ച് സ്ഥലങ്ങളിൽ വണ്ടി കയറാതായിട്ടാണ്. കയറാതായെന്ന് പറഞ്ഞാൽ റോട്ടിൽ ഫുള്ള് മെറ്റലാണ്. ആ കയറ്റുള്ള സ്ഥലം അങ്ങനത്തെ സ്ഥലമായ കാരണം വണ്ടി കുറച്ച് കയറാൻ പ്രയാസം കിട്ടും. പക്ഷെ കയറി പോന്ന് എൻ്റെ ഫ്രണ്ടിലുള്ള ഈ മലകൾ നോക്കാണ്. ഇതൊക്കെ ഏത് സമയം ഇടിഞ്ഞാടും. അങ്ങനെ നമ്മൾ കാർത്തിങ്കള കയറാൻ പോകാൻ കേട്ടോ. ഇന്നലെ നമ്മൾ വണ്ടി കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇന്നലെ ഫുള്ള് റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കയറാൻ പോകുന്ന സമയം 10 മണി ആയിട്ടുണ്ട്. ഇന്നലെ ഇവിടെ മഴ പെയ്തിരുന്നു. അപ്പം മുകളിൽ സ്നോഫോൾ ഉണ്ടായിട്ടുണ്ടാവും പറഞ്ഞ്. അപ്പോൾ 11 മണിയൊക്കെ ആവും ചിലപ്പോൾ ഓപ്പൺ ആവാണ്. അപ്പോൾ നമ്മൾ അതിൽ പോയി നോക്കുകയാണ്. നമ്മളിതാ ലോകത്തിലെ ഹൈയസ്റ്റ് മോട്ടോറബിൾ റോഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാർത്തിങ്കിലേക്ക് ഇവിടുന്ന് 40 കിലോമീറ്ററാണ് ഉള്ളത് കേട്ടോ. കാർത്തുങ്കുല പാസ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ഹൈയസ്റ്റ് മോട്ടോറബിൾ പാസ്. സമുദ്രനിരപ്പിൽ നിന്നും 19,952 ഫീറ്റ് ഉയരത്തിലാണ് ഈ കാർത്തുങ്കുല പാസ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 10 കിലോമീറ്ററോളം ഓടിയിട്ടാണ്. ഇതപ്പോൾ നമുക്ക് 2 കിലോമീറ്റർ ആയിട്ട് ഇതുപോലുള്ള റോഡുകളാണ് കിട്ടുന്നത്. ഇനി ഇതിലും മോശമുള്ള റോഡ് കിട്ടുമോ, ഇത് കയറി പോകുമെന്നൊന്നും എനിക്കറിയില്ല. ഒരു പരീക്ഷണം മാത്രമാണ്. കാരണം നമ്മൾ 113 cc ബൈക്കാണ്. ബൈക്കല്ല, സ്കൂട്ടർ. 2013 മോഡലാണ്. ഇത് വെച്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എന്താ പറയുക, നല്ല സന്തോഷമായി. ഈ യാത്രയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഇനി ഇത് കയറുന്ന നമുക്ക് ഉംലിംഗിൽ കയറാണ്ട്. അത് ഇതിനേക്കാളും 2000-ഓളം ഫീറ്റ് ഉയരം കൂടുതലാണ്. 1500 ഫീറ്റോളം ഉയരം കൂടുതലാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് കൂടുന്തോറും നമുക്ക് ഓക്സിജൻ്റെ അളവ് കുറയും. ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ വണ്ടിക്കും ഓക്സിജൻ കിട്ടാതാവും. അപ്പോൾ ആ സമയത്ത് വണ്ടീൻ്റെ പവർ കുറയും. അപ്പോൾ നമ്മൾ ഇറങ്ങി തള്ളിക്കഴിഞ്ഞാൽ നമ്മളെ ബോഡി ഡാമേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ശ്വാസതടസ്സം വരും. അപ്പോൾ നമ്മൾ ഓക്സിജൻ സിലിണ്ടർ എല്ലാം കയ്യിൽ കരുതിയിട്ടുണ്ട് ഇപ്രാവശ്യം. പിന്നെ നമ്മൾ AMSൻ്റെ ഈ ഹൈ ആറ്റിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ കുടിക്കേണ്ട ടാബ്ലറ്റൊക്കെ നമ്മൾ കുടിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ കുടി തുടങ്ങിയിട്ടുണ്ട്. അത് എൻ്റെ സൗണ്ട് ചിലപ്പോൾ ക്ലിയർ ഇല്ലാത്ത ഞാൻ മുഖം കവർ ചെയ്യണ ഒരു മാസ്ക് വെച്ചതാണ്. അപ്പം ഞാൻ ഉച്ചത്തിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. കുറച്ചെങ്കിലും സൗണ്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ചുണ്ടൊക്കെ പൊട്ടുന്നുണ്ട് ഇവിടുത്തെ കാലാവസ്ഥയുടെ പ്രശ്നം കാരണം. സിന്ധു നദീതടത്തെയും സിയോക്ക് നദീതടത്തെയും ബന്ധിപ്പിക്കുന്ന ചുരം ലേയുടെ വടക്ക് പർവ്വതത്തിലാണ് കാർത്തുങ്കുല പാസ് സ്ഥിതി ചെയ്യുന്നത്. നുബ്ര തായ്വരയിലേക്കുള്ള കവാടവും ഇവിടെ നിന്ന് ആരംഭിക്കും. 1976 ഈ റോഡ് നിർമ്മിക്കുകയും 1988 ഇത് പൊതു മോട്ടോർ വാഹനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ പരിപാലിക്കുന്ന ഈ ചുരം സിയാച്ചിൻ ഹിമനിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നതിന് ഇന്ത്യക്ക് തന്ത്രപരമായി പ്രധാനമാണ് ഈ ചുരം. ലേയിലെ ജില്ലാ കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും വാങ്ങാൻ കഴിയുന്ന ഇന്നർ ലൈൻ പെർമിറ്റ് ഇവിടെ സഞ്ചരിക്കുന്നവർക്ക് ആവശ്യമാണ്. ഇതിൻ്റെ ഫോട്ടോ കോപ്പി നമ്മൾ കയ്യിൽ വെക്കണം. പല സ്ഥലത്ത് നമ്മൾക്ക് ഇതിൻ്റെ ഫോട്ടോ കോപ്പി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓൺലൈൻ വഴി നമുക്ക് ഈ പെർമിറ്റ് എടുക്കാവുന്നതാണ്. ഒരാൾക്ക് ഏകദേശം 480 രൂപയാണ് ഒരു ദിവസത്തിന് വരുന്നത്. ഒരു 10 ദിവസത്തെ പെർമിറ്റെങ്കിലും എടുക്കുന്നതാണ് നല്ലത്. കാരണം ഓരോ ദിവസത്തിനും എക്സ്ട്രാ 20 രൂപ നമുക്ക് ആവുകയുള്ളൂ. ഒരു പക്ഷേ നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്ക് ഇവിടുത്തെ യാത്ര പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല. കാരണം പല സമയത്തും റോഡിൽ മണ്ണിടിച്ചിലും അതുപോലെ ഐസ് വീണ് കിടക്കുന്ന സമയങ്ങളും അതുപോലെ റോഡ് വർക്ക് കാരണം പല സമയത്തും റോഡ് അടഞ്ഞു കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പെർമിറ്റ് ദിവസം കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദിവസം പോയാലും പ്രശ്നമില്ല. നിർബന്ധമായിട്ടും നമ്മൾ ഇങ്ങോട്ട് വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. അതുപോലെ AMSൻ്റെ ടാബ്ലറ്റ് കഴിക്കുക. ഒരു ചെറിയ ഓക്സിജൻ സിലിണ്ടർ കയ്യിൽ കരുത് 600 രൂപ ആവുള്ളൂ. 600 രൂപ ഒരു പക്ഷേ നമ്മുടെ ജീവൻ്റെ വിലയായിരിക്കാം. അതുപോലെ നമ്മുടെ ശരീരം അധികം ഇവിടുന്ന് വ്യായാമം ചെയ്യാതിരിക്കുക. അത്ര വലിയ റിസ്ക് അടിച്ച സംഭവമൊന്നുമല്ല. കാരണം ഒരു സ്കൂട്ടർ വെച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് പോകുന്നത്. അപ്പോൾ 113 cc ആണ് എൻ്റെ സ്കൂട്ടർ. ഇതിലും നല്ല CC കൂടുതലുള്ള ബൈക്ക് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് പോകാൻ പറ്റും. പക്ഷേ നമ്മളെ ശരീരം ശ്രദ്ധിച്ചാൽ വളരെ നിസാരമാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ ഡേഞ്ചർ ആയ ഒരു സ്ഥലം കൂടിയാണ് ഈ കാർത്തുങ്കുല. അതുപോലെ ഉംലിംഗില ഏത് ലഡാക്കിൽ ഏത് ഹൈ ആറ്റിറ്റ്യൂഡുള്ള സ്ഥലങ്ങളും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് വലിയ അപകടങ്ങൾ വരുത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് കേട്ടോ.
ഇങ്ങോട്ട് വന്നപ്പോൾ വീണ്ടും ഇതാ റോഡ് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. ലോറിയിൽ കല്ല് കയറ്റിയാണ്. നല്ല രസമുള്ള ആകാശം. ഇതുവരെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. ഇനി ഒരു 17 കിലോമീറ്റർ ഉണ്ട് കറുത്തമല ടോപ്പിലേക്ക്. നല്ല അടിപൊളി ആകാശം. നമ്മളെ താഴെ ഇവിടെ റോഡ് ബ്ലോക്ക് ആയിക്കുന്നുണ്ട്. വേണ്ട വാഹനങ്ങൾ എടുക്കുക കണ്ടില്ല, JCB മണ്ണെടുക്കുന്നുണ്ടാവും. നമ്മളിങ്ങനെ കയറി വന്നപ്പോൾ നല്ല കിടിലം ഫ്രെയിം കിട്ടാം. ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. സൂപ്പർ സ്ഥലം. ഞാൻ ഇങ്ങോട്ട് അന്ന് പറഞ്ഞിരുന്നില്ല ഒരാളെ പരിചയപ്പെടുത്തി തരാന്ന്. ഇത് നമ്മുടെ ഗോകുൽ, ആലപ്പുഴയുള്ളതാണ്. ഞങ്ങൾ ശ്രീനഗരത്തിൽ പരിചയപ്പെട്ടാണ്. ഗോകുൽ ഇതാ റെൻ്റ് ബൈക്ക് എടുത്ത് നമ്മളെ കൂടെ കൂടിയിട്ടുണ്ട്. ഇത് നമ്മളെ കോഴിക്കോടുള്ള സിറാൻ. എന്നാലും നമ്മൾ കണ്ടോട്ടെ. അത് നമ്മളെ ബ്ലാക്ക് മച്ചാൻ. ഇതാണ് നമ്മളെ വണ്ടീൻ്റെ അവസ്ഥ കേട്ടോ. ശരിക്കും ഇതുവരെയുള്ള കയറ്റം കയറിയ അവസ്ഥ വെച്ചിട്ട് ലഗേജ് ബോക്സ് അയക്കുന്നുണ്ടായില്ല. പക്ഷെ ഇനി പറഞ്ഞുകൊണ്ട് എന്താ അവസ്ഥ എന്നറിയില്ല. ഏകദേശം 16,000 ഫീറ്റിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. 72 കിലോമീറ്റർ ഈ 5000 ആൾ നടന്നിട്ട് വന്നിട്ടുണ്ട്. യുവർ നെയിം? Amit Sahi. സായി. യു ഫ്രം? I'm from Noida, Delhi. Delhi. And Delhi NCR. And I think there is a group. There is a world toughest ultra marathon happening here. And that's on 6th of September. We came here early to be acclimatized and we are just getting a feel of the hill. We started from നമ്മളിപ്പോൾ ഏകദേശം 16,000 കിലോമീറ്റർ ഫീറ്റ് ഉയരത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ഇതിൻ്റെ സംസാരിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു സൗണ്ട് വേറെ രീതിയിലാവും ചിലപ്പോൾ കേൾക്കുക. കാരണം ഞാൻ മുഖം കവർ ചെയ്തതാണ് കാറ്റിൻ്റെ പ്രശ്നം കൊണ്ട്. ചിലപ്പോൾ എനിക്ക് പലതിനും വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും. സൗണ്ടൊക്കെ അതിൽ ക്ലിയർ ഉണ്ടാവുമെന്നും അറിയില്ല. ഇവിടെ കുറച്ച് സ്ഥലങ്ങളിൽ വണ്ടി കയറാതായിട്ടാണ്. കയറാതായെന്ന് പറഞ്ഞാൽ റോട്ടിൽ ഫുള്ള് മെറ്റലാണ് ആ കയറ്റുള്ള സ്ഥലം. അങ്ങനത്തെ സ്ഥലമായ കാരണം വണ്ടി കുറച്ച് കയറാൻ പ്രയാസം കിട്ടും. പക്ഷെ കയറി പോന്ന്. ാണ് വലിയ വിഷയം. വണ്ടീൻ്റെ പവറും കുറയും, വണ്ടി സ്പീഡ് കുട്ടിയാൽ നമ്മൾ വീഴാനും സാധ്യതയുണ്ട്. കേറിപ്പോടാ. അത്യാവശ്യം 10,000 ചില്ല ഫീറ്റ് നമ്മൾ എത്തിയിട്ടുണ്ടാവാനാണ് സാധ്യത കേട്ടോ.
90% ഇവിടെ പെടാനാണ് സാധ്യത. 90% ഇവിടെ പെടാനാണ് സാധ്യത. പറയരുത് പറയരുത്. എന്ത് റിസ്ക് എടുത്ത് കൊണ്ടുപോകണം. എന്ത് റിസ്ക് എടുത്തിട്ടാലും കൊണ്ടുപോകും. വണ്ടി നമ്മൾ തള്ളുമ്പോഴാണ് നമുക്ക് ശ്വാസത്തിന് പ്രശ്നം വരുന്നത്. ഈ മെറ്റലിലേക്ക് കുഴപ്പമില്ല, ഇട്ടുകൊണ്ട് കയറിപ്പോകും. ഇത് മെറ്റലാണ് റോട്ടിൽ, വണ്ടിക്ക് പിടുത്തം കിട്ടുന്നില്ല. നമ്മൾ സമുദ്രനിരപ്പിന് 17,952 ഫീറ്റിൽ നമ്മൾ 2013 മോഡൽ റെസലുമായിട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടാ. ഇതിൽ കൂടുതൽ നമുക്ക് എന്താ വേണ്ടത്? ഇവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഫുള്ള് തിരക്കായിരുന്നു. ഇപ്പോൾ കുറച്ച് റൈഡേഴ്സ് പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടാ. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയത്. നമ്മുടെ ബാക്കിലാണ്ട് ഐസ് വീണ് എടുക്കണ്ടില്ലേ. ഇപ്പോൾ അവിടെ എത്തിയ സമയത്ത് ഒരുത്തനെ ഇവിടുന്ന് വീണിട്ട് കൊണ്ടുപോയി. നമ്മൾ പിന്നെ ഓൾറെഡി ആമസിൻ്റെ ടാബ്ലറ്റ് അടിച്ചിന്, പിന്നെ നമ്മൾ ടോക്സിൻ്റെ സിലിണ്ടർ ഉണ്ട് ചെറുത്, അങ്ങനെ എല്ലാ സെറ്റപ്പും ആയതുകൊണ്ട് പ്രശ്നം നമുക്ക് ശരീരത്തിന് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഇതാ നമ്മൾ എന്തൊക്കെ ഇവിടുന്ന് സംസാരിക്കേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വാഹനമല്ല വലുത്, യാത്രക്കുള്ള മനസ്സാണ്. ആ വാഹനം ഉണ്ടെങ്കിൽ ഏത് വാഹനത്തും യാത്ര ചെയ്യാന്നുള്ള ഉദാഹരണമാണ് 2013 മോഡൽ 113 cc സ്കൂട്ടറുമായിട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി നോക്കേണ്ട, കയ്യിലുള്ള വാഹനം എടുത്ത് ഓരോരുത്തരായിട്ട് പോകുന്നോളൂ ലഡാക്കിലേക്ക്. നമ്മളിവിടുന്ന് തിരിച്ചിറങ്ങാം കേട്ടോ. അവിടെയൊക്കെ ഐസ് പാളികൾ വീണെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നുബ്രവാലി തുർത്തുക്ക് ആ ഭാഗത്തൊക്കെയാണ് പോകുന്നത്. ഫ്രണ്ടിലവിടെ മലമുകളിൽ കംപ്ലീറ്റ് ഐസാണ്. ഇതവിടെ ഐസ്, അതിന് മുകളിൽ മണ്ണ് വീണെടുക്കുകയാണ്. പക്ഷെ എനിക്ക് വലിയ തണുപ്പ് ഫീൽ ചെയ്യണില്ല. നമ്മളെ ബോഡി സെറ്റ് ആയതാണ് എന്താണെന്ന് അറിയില്ല. നമുക്ക് ഇറങ്ങിപ്പോകാനുള്ള റോഡാണ് താഴെ കാണുന്നത് കേട്ടോ. ഈ ഫ്രെയിം ഒന്ന് നോക്കുകയാണ് എങ്ങനെ ഉണ്ട് ഇത്. ഞാൻ കാണിച്ചിട്ട്, ഞാൻ ആദ്യം നമ്മളെ വണ്ടി അത് കാണിച്ചിട്ട് നോക്കുകയാണ്. ഈ ആകാശത്തിൻ്റെ ഒക്കെ ഭംഗി നോക്കുകയാണ്, രക്ഷയില്ല കേട്ടോ. എന്ത് രസമുള്ള സ്ഥലങ്ങൾ എന്നറിയാം. നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞതാണ്. ഈ സ്ഥലങ്ങളൊക്കെ നോക്കാണ് എന്ത് ഭംഗിയെന്നറിയോ. ഭയങ്കര തണുപ്പ് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാട്ടോ. മുകൾക്കൊന്നും അത്ര തണുപ്പ് ഉണ്ടായിട്ടില്ല നമുക്ക്. ഒരു റിവർ ഒഴുകുന്ന നോക്കാണ് എന്ത് ഭംഗിയായി ഈ ഫ്രെയിമൊക്കെ എന്നറിയോ.
ആ ആകാശത്തിൻ്റെ കളറും ആ റിവറും എല്ലാം കൂടി അടിപൊളി കാഴ്ചകളാട്ടാ. ഞാൻ കൂടുതൽ സംസാരിക്കാത്തതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ല, മുഖത്ത് ഇത് കെട്ടിയ കാരണം സംസാരിക്കാണ്ട് പറ്റുന്നില്ല. കെട്ടിയിട്ടില്ലെങ്കിൽ ചുണ്ടൊക്കെ കൂടി പൊട്ടിത്താൻ വരും, അത്രയും തണുപ്പാണ്. ഞാൻ വെളിച്ചം നോക്കണ്ട, കാലാവസ്ഥ നല്ല തണുപ്പാണ്. നമ്മൾ കുറേ കൂടി പോകുന്നത്, നമ്മളിപ്പോൾ പോകുന്നത് എടുക്കുക പറഞ്ഞാൽ നുബ്ര വാലിക്കാണ് പോകുന്നത്. കർദുങ്കള ടോപ്പിൽ നിന്ന് ഏകദേശം 126 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് കുറച്ചും കൂടി ഓടിയിട്ടുണ്ട്, പക്ഷെ റോഡ് വീണ്ടും മോശമായിട്ടാണ്. ഇതിലൂടെ വേറെ യാത്രക്കാരൊന്നും ഇല്ല തോന്നിട്ടാ. കുറേ നേരം മുന്നേ വണ്ടി പോയതാണ്, പിന്നെ വണ്ടിയെ കണ്ടിട്ടില്ല. മച്ചാൻ നല്ല ബുക്ക് പോയിക്കണ്, പിന്നെ നമ്മളെ റെന്റ് ബൈക്ക് എടുത്താൽ ഒരു അതിനേക്കാൾ സ്പീഡ് പോയിക്കണ്. നദി ഭയങ്കര ഒഴുക്കാട്ടോ. നോക്കണേ, നിങ്ങൾക്ക് വെള്ളം കാണുമ്പോൾ തന്നെ അറിയും, പക്ഷെ വെള്ളം ഒരു ഇരുട്ടായി കൊണ്ടാണ് കാണുന്നത്. കടലിലൊക്കെ തിരടിച്ചിട്ടുണ്ട്, തിരമാല ബാക്കിൽ തന്നെ ഇറങ്ങുന്നത്. ആ ഇറങ്ങണ ആർക്കാണ് ഈ കാണുമ്പോൾ ഫീൽ ചെയ്യണ വെച്ചാൽ. എൻ്റെ ഫ്രണ്ടിലുള്ള ഈ മലകൾ നോക്കാണി, ഇതൊക്കെ ഏത് സമയം ഇടിഞ്ഞാടും. കാരണം അങ്ങനത്തെ മണ്ണാണിത്, പാറല്ല. ഇതിപ്പോൾ ഇനി നുബ്ര വാലിക്ക് 12 കിലോമീറ്റർ റോഡ് കണ്ടില്ലെങ്കിൽ അതിനനുസരിച്ച് ആ പൊടി വണ്ടി പോയി. അങ്ങനെ അതാ നമ്മൾ നുബ്ര വാലി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ കുറച്ച് നേരത്തെ എത്തിന്ന്, ഞാൻ വേറെ സ്ഥലത്തൊക്കെ പോയത്. ഇനി ഞാൻ നുബ്ര വാലി അടിച്ചിട്ട് വേറെ നുബ്ര വാലി പോയി. ഇവരിതാ ഇവിടെ നുബ്ര വാലി വന്നു. അതുണ്ടായത് ഞാൻ 40 കിലോമീറ്ററോളം ഫ്രണ്ട് ഓടിപ്പോയി. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഇവിടെ എത്തിയത്. ഇവിടുത്തെ കൂടുതൽ കാഴ്ച നമുക്ക് നേരം വെളുത്തിട്ട് കാണുന്നത്. മൊത്തമാക്കാൻ നല്ല ക്ഷീണുണ്ട്, അത്രയും മോശം റോഡായിരുന്നു ഇന്ന് നമ്മൾ യാത്ര ചെയ്ത്. പൊടിയിലൊക്കെ മുങ്ങിയൊരു കഥയായിരുന്നു. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് നാളെ തുർട്ടുക്ക് എന്ന പാകിസ്ഥാൻ്റെ അതിർത്തി ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ കൂടുതൽ കാഴ്ച നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.